കാനഡയിലെ ജോലി കിട്ടുകയാണ്. വലിയൊരു കാര്യമാണ്. സ്വാമി, എനിക്ക് സ്വന്തം വീടായിട്ടില്ല, വീട് പൂർത്തിയായിട്ടില്ല. ആ തടസ്സം മാറും. ജാതകത്തിൽ സ്വന്തം ഗ്രഹം വെക്കാൻ, വീട് വെക്കാൻ യോഗമുണ്ട്. ആ തടസ്സം മാറും. വിവാഹയോഗം അഗ്നിയിൽ സമർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾ, ശാപദോഷങ്ങൾ നിവാരണമാകും. ക്യാൻസർ ആയിരുന്നവർ വന്നിട്ട് ആത്മന് സമർപ്പണം ചെയ്തു വന്നിട്ട് മാറാൻ തുടങ്ങിയവർക്ക് ഇന്ന് യുവതലമുറ പോകുന്നത് മനസ്സമാധാനം ഇല്ലാത്ത ഒരു ഇതിലേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബോഗർ സ്വാമികളുടെ ഒരു ക്ഷേത്രമുള്ള പാലക്കാട് ജില്ലയിലെ ചന്ദ്രനഗറിൽ സ്ഥിതി ചെയ്യുന്ന ബോഗർവനം ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ ചന്ദ്രനഗറിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ബോഗവനം ക്ഷേത്രം. ബോഗർ സ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 18 സിദ്ധന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബോഗർ സ്വാമി. പഴനിയിലെ മുരുകസ്വാമിയുടെ വിഗ്രഹം നവപാഷാണം കൊണ്ട്, അതായത് 9 വിഷങ്ങളെ കൊണ്ട് 9 വർഷമെടുത്ത് നിർമ്മിച്ച മഹാനാണ് ബോഗർ സിദ്ധർ. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കൂടുതൽ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഉള്ളത് ക്ഷേത്രം സ്ഥാപകനും ഇവിടുത്തെ പൂജാരിയുമായിട്ടുള്ള രാജാ പത്മനാഭ സ്വാമികളാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളെ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം അമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ബോഗർ ക്ഷേത്രമാണ് നമ്മുടെ ബോഗവനം ക്ഷേത്രം. അപ്പോൾ ബോഗർ സ്വാമികളെ കുറിച്ചും ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ചും കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറയാം. നമുക്ക് എല്ലാവരും പഴനി അറിയാം, അവിടുത്തെ മുരുകനും അറിയാം. അതെ. അപ്പോ ആ മുരുക ഭഗവാനെ പ്രതിഷ്ഠ ചെയ്ത ബോഗർസിദ്ധനെയും അറിയാം. ആ ബോഗർസിദ്ധന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിലുള്ള ഏക ക്ഷേത്രമാണ് ബോഗവനം എന്ന് അറിയപ്പെടുന്ന പാലക്കാട് ബോഗവനം ബോഗർക്ഷേത്ര ക്ഷേത്രം. പഴനിയിലെ മുരുകസ്വാമിയുടെ ആ ഒരു വിഗ്രഹം സ്ഥാപിച്ച സ്വാമിയാണ് ബോഗർ സ്വാമി. അതമ്മ. അതെങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം? കലിയുഗം തുടങ്ങുമ്പോഴേ ഉണ്ടായ ക്ഷേത്രമാണ് അതെ, ഉണ്ടാക്കിയ ബോഗർസിദ്ധനാണ്. അപ്പോൾ അതിന്റെ ഒരു ശക്തി പറയുകയാണെങ്കിൽ ഇസ് ആൽക്കമിസ്റ്റ്, അഷ്ടമാസിദ്ധി അറിഞ്ഞ മഹാനാണ് ബോഗർസിദ്ധൻ. പഴനിയിലെ മുരുകസ്വാമിയുടെ വിഗ്രഹം സ്ഥാപിച്ച ഒരു സിദ്ധൻ അല്ലെങ്കിൽ സ്വാമിയാണ് ബോഗർ സ്വാമി. അതെ അമ്മ. ഇത് നവപാഷാണം എന്ന സാധാരണ കൽശിലയല്ല. നവം എന്ന 9 അല്ല, കൽശിലയല്ല. 9 പാഷാണം മീൻസ് വിഷം എന്ന് പറയും. ആ 9 പാഷാണത്തെ പദപ്പെടുത്തി പക്വപ്പെടുത്തി അതിനെ അമൃതജ്ഞാനമോ മാറ്റി ശക്തിയാണ് അവിടെ. അപ്പൊ അതിനാണ് അതാണ് അവിടുത്തെ നമ്മൾ പ്രസാദം, പഞ്ചാമൃതം, പാലഭിഷേകം, പഴി കെട്ടിട്ടില്ലേ, അതൊക്കെ രോഗനിവാരണം എന്ന് പറയാം. ഒരു നമ്മൾ അഹം എടുക്കുമ്പോൾ നമ്മൾ ആ പഞ്ചാമൃതം, ആ പാലായിട്ട് അഭിഷേകങ്ങളും നമ്മുടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കോൺസെപ്റ്റ്സ് ആണ് അതൊക്കെ. അതാണ് ഈ 5 പഞ്ചപഴം, പഞ്ചാമൃതവും പാലഭിഷേകം, അതിന്റെ ഒരു അധിപതി ബോഗർസിദ്ധനാണ്. സ്വാമികളെ എന്തുകൊണ്ടാണ് ഈ നവപാഷാണം മീൻസ് പോയിസൺ അത് തന്നെ എടുക്കാൻ കാരണം എന്തായിരിക്കും? ഈ പഴനി ശാപമുക്തി സ്ഥലം എന്ന് അറിയപ്പെടും. ശാപമുക്തി സ്ഥലം. അതെ, ഒരു മനുഷ്യന്റെ ആദ്യം രോഗനിവാരണം വലുത്. അമ്മ ഇത് സിദ്ധം എന്ന് പറയും. സിദ്ധം ഇതിന്റെ മൂലം ബോഹരാണ്. ഇതിന്റെ അധിപതി ബോഗസിദ്ധനാണ്. അമ്മ പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു മഹാശക്തിയായിട്ട് നമുക്ക് പഴനിയെ കുറിച്ച് പറയാം. അപ്പോ നമ്മുടെ ഭാരതം പറയാൻ അഖണ്ഡ ഭാരതം, സർവ്വജ്ഞാന യോഗികളും സിദ്ധഭൂമി എന്ന് പറയാം. ആ സിദ്ധ മഹത്വം മനുഷ്യജീവിതം എപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജനനമായോ നമ്മുടെ ജാതകവും കൂടെ വരുന്നുണ്ട്. ശരിയല്ല? അപ്പോ ജനനം മുതൽ മരണം നമ്മുടെ ഡേറ്റ എഴുതി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ജാതകത്തിൽ എനിക്ക് നല്ല യോഗമുണ്ട്. അപ്പൊ നമ്മള് പരിഹാരങ്ങള്, പ്രായശ്ചിത്തങ്ങള് ചെയ്യും. എല്ലാം ചെയ്ത് ഭജനിക്കാൻ മാറ്റം ആകുന്നില്ല. കർമ്മ നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മുടെ ദേഹമാണല്ലോ മണ്ണിലേക്ക് പോകുന്നത്, ആത്മാവ് നശിക്കുന്നില്ല. അപ്പോ നമ്മൾ ചെയ്ത നന്മയും ചെയ്ത് നമ്മുടെ പൂർവ്വകർമ്മാണ് അനുഭവിക്കുന്നത്. അതിന് ഭഗവാൻ നമുക്ക് യോഗം കൊടുത്തിട്ടുണ്ട്, ജാതകം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജാതക യോഗമുണ്ട്. എന്തുകൊണ്ട് ഭഗവാനെ ഇത് നമുക്ക് കിട്ടുന്നില്ല? അപ്പൊ ഇത് എങ്ങനെ മാറ്റാൻ പറ്റും? ആരിനാൽ മാറ്റാൻ പറ്റും? അപ്പൊ എങ്ങനെ മാറും? മനുഷ്യൻ ആരാണ്? ദൈവം ആരാണ്? സിദ്ധന്മാർ ആരാണ്? ദൈവം ആരാണ്? മനുഷ്യർക്ക് കാണിച്ചു കൊടുത്ത മഹായോഗ സിദ്ധന്മാർ. ബോഗസിദ്ധൻ പറയുന്നത് 12,000 കൊല്ലം ജീവിച്ച മഹാനാണ് ബോഗസിദ്ധൻ. അഷ്ടമാസിദ്ധി അറിഞ്ഞ മഹാശക്തി. ചൊവ്വാഗ്രഹത്തിന് അധിപതിയാണ്. നാഗസാപദേവിന്റെ അധിപതിയാണ് ബോഗസിദ്ധനാണ്. നീ തേടും കടൽ ഉണക്കുള്ളിരിക്കിன்றான், നീയും ഞാനും ഒന്ന് തന്നെയാണ്. ജീവാത്മാ പരമാത്മ ഒന്ന് തന്നെയാണ്. ബോഗസിദ്ധനും ആ വഴി കൂടെയാണ് സഞ്ചരിച്ച മഹാൻ എന്ന് പറയാം. ഇന്നത്തെ ലോകത്തില് ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് രോഗം എന്നുള്ളത്. എപ്പോഴും രോഗങ്ങളാണ്. വയസ്സായവർക്കാകട്ടെ, കുട്ടികൾക്കാവട്ടെ, അതുപോലെ ചെറുപ്പക്കാർക്ക് പോലും രോഗങ്ങൾ കൊണ്ട് അവരെ കർമ്മത്തിലൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. രോഗശമനത്തിന് ഇവിടെ ഒരു പരിഹാരമുണ്ടോ? 100% ഉണ്ടമ്മ. എറണാകുളത്ത് തന്നെ ഒരു അമ്മയാണ് വന്നത്. ക്യാൻസർ ആയിരുന്നു അവർ വന്നിട്ട്.
ആത്മസമർപ്പണം ചെയ്തു വന്നിട്ട് നല്ല വ്യത്യാസം വന്നമ്മ. ഒരുപാട് മാറ്റങ്ങൾ മാറാൻ തുടങ്ങി അവർക്ക്. അപ്പോ ഡോക്ടർമാര് വന്നുപോയി അതെ 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 അതെ. ഇതിന്റെ സിദ്ധവൈദ്യത്തിന്റെ അധിപതി ഭോഗസിദ്ധനാണ്. നോയറ്റ വാൾവെ കുറെ വിട്ട സ്ഥലം എന്ന് പറയും. രോഗമില്ലാ ജീവിതമാണ് വലിയ ജീവിതമാണെന്ന് ഗുരു പറയുന്നുണ്ട് അമ്മ. പരിഹാരം എന്താണ്, പ്രായശ്ചിത്തം എന്താണ്, എങ്ങനെ മാറും ഗുരു മാറ്റി തരുന്നുണ്ട്. വിവാഹയോഗം, കർമ്മത്തിൽ തടസ്സം, സ്വാമി എനിക്ക് കഷ്ടപ്പെടുന്നതിന് നിവാരണം ആകുന്നില്ല. ഞാൻ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അഭിവൃദ്ധി കിട്ടുന്നില്ല, എനിക്ക് പ്രൊമോഷൻ ഇല്ല, ജോലിയില്ല, എനിക്ക് വിവാഹ സമയമായി പക്ഷെ അനുഭവം നടക്കുന്നില്ല. വിദ്യാഭ്യാസം ആകട്ടെ, ഒരു കുടുംബ ജീവിതമാകട്ടെ, സർവത്തിലും അധിപതി സിദ്ധനാണ്. ഈ മാറ്റം എങ്ങനെ മാറും? അതാണ് ഇവിടെ മുക്തി മോക്ഷം സ്ഥലമാണിത്. എല്ലാ മനുഷ്യരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം, ഒരു സ്ഥലം വേണം. ചിലപ്പോൾ അവർ അതിന്റെ ഒരു കാര്യങ്ങളിലായിരിക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് വീട് പകുതി മുടങ്ങി കിടക്കുക, കടങ്ങൾ, ലോണുകളൊക്കെ വന്നിട്ട്. അപ്പൊ വീട് വേണം എന്നുള്ളൊരു കാര്യം എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് ഉണ്ടാവും? ഈ ഗ്രഹനാഥൻ ചൊവ്വയുടെ അധിപതി ഭോഗസിദ്ധനാണ്. സ്വാമി എനിക്ക് സ്വന്തം വീടായിട്ടില്ല, വീട് പൂർത്തിയായിട്ടില്ല, അപ്പൊ വീടും കേസിലാണ്. വീടും കേസ് എനിക്ക് അതെ അതിന്റെ ഒരു മുടക്കത്തിലാണ്, എനിക്ക് അഭിവൃദ്ധി കിട്ടുന്നില്ല. ആ ശാപദോഷം തടസ്സം നിവാരണം ഗ്രഹനാഥൻ ചൊവ്വഗ്രഹാധിപതി ഭോഗസിദ്ധനാണ്. ആ ശാപദോഷം ഭവനം മാറ്റത്തിന് ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ വീട് അല്ലാതെ ഗ്രഹദോഷവും ഇവിടെ നിവാരണമാകുന്നുണ്ട്. ഗ്രഹദോഷങ്ങളും ഇതിൽ അത് എന്റെ വീട് കോടതി കേസിലാണ്, വീട് പൂർത്തിയാക്കാൻ പറ്റിയില്ല, അപ്പൊ എനിക്ക് പൈസയില്ല. ജാതകത്തിൽ സ്വന്തം ഗ്രഹം വെക്കാൻ വീട് വെക്കാൻ യോഗമുണ്ട്, നടക്കുന്നില്ല. ആ തടസ്സം നിവാരണമാകും, മാറിക്കിട്ടും. അപ്പൊ മനുഷ്യന്മാർക്ക് എപ്പോഴും ഈ കഷ്ടതകൾ വരുന്നു, കഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് എല്ലാവരും. അത് എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ? ഇത് എല്ലാത്തിനും അടിസ്ഥാനം കർമ്മ തന്നെയാണമ്മ. പാസ്റ്റ് കർമ്മ തന്നെയാണ്. നമ്മൾ ചെയ്തത് എന്താണ്? നമുക്ക് തിരികെ കിട്ടുകയാണ്. നാം ചെയ്ത വിനയം ചെയ്വനെ അനുഭവിക്കുന്നത് എല്ലാം നാം ചെയ്തതാണ്. എന്താണ് ഈ ബോഡി? ഇതെല്ലാം മാത്രം. അതാണ് പൂർവ്വ കർമ്മ എന്ന് പറയുന്നത്. എല്ലാം ഒരു ആത്മാവിന്റെ ബേസിലാണ് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും എല്ലാം നാം ചെയ്ത ഒരു ബേസിലാണ് നമുക്ക് നന്മയും ചീത്തയും കിട്ടുന്നത്. ഈ ജനനം കൊണ്ട് നാം ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിൽ അത് വേണം. അപ്പൊ നമുക്ക് എന്ത് പാവം ചെയ്താൽ അത് മുക്തി മോശം ഉണ്ടെന്ന് വെച്ചാൽ നമ്മള് അറിയാതെ ചെയ്തതാണ്. യെസ്, അത് നമ്മൾ അറിഞ്ഞൊരു കുറ്റം ചെയ്യുക, അതിന്റെ ഫലം അനുഭവിക്കണം. ഭഗവാൻ ഞാൻ അറിഞ്ഞാർക്കും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞാതെ ചെയ്തു പോയതാണ്, അതിനെനിക്ക് പരിഹാരം പ്രായശ്ചിത്തം വേണം, പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. സർവത്തിലും ഇവിടെ പരിഹാരം സൊല്യൂഷൻ സ്വാമി തരുന്നുണ്ട്. സിദ്ധന്മാർക്ക് അത് മുക്തിമോക്ഷം അവർക്ക് സാധ്യം. അതാണ് നമ്മുടെ കർമ്മഫലം, നമ്മുടെ കർമ്മശാപദോഷം അവർക്ക് മാത്രം നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യരെയും കാണാറുണ്ട്, നമ്മള് നാൽക്കാലി പട്ടികളിലും കാണാറുണ്ട്. ഒരു സിഗ്നൽ നമ്മൾ കാണുവാൻ ഒരു മനുഷ്യൻ ഒരു എച്ചിൽ അയക്കുന്നുണ്ട്, അതും കാണാറുണ്ട്. അതേ സമയത്തിൽ ഒരു AC കാറിൽ ഡോഗും പട്ടിയിലും പോകാറുണ്ട്. അപ്പോൾ ജനനം കൊണ്ട് അത് പട്ടിയായാലും അകന്ന് സുഖജീവിതമാണ്. അപ്പോൾ മനുഷ്യജീവിതം ഏറ്റവും ശ്രേഷ്ഠതകൾ കൂടിയ ഒരു ശക്തിയുള്ള ജീവിതമാണ്. അപ്പോൾ ജനനശ്രേഷ്ഠം എടുത്തിട്ട് അവൻ ജന്മം എടുത്തിട്ട് ഇരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണാറില്ല, സാധാരണ കണ്ടിട്ടുണ്ട്. അതാണ് മുജ്ജന്മ ശാപമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും പറയാമ. മുജ്ജന്മ ശാപം നാം ചെയ്ത വിനയാണ്, അത് നന്മയാണെങ്കിലും തീമയാണെങ്കിലും. അതുപോലെ ഒരുപാട് ആൾക്കാരെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് സർപ്പദോഷം. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് സർപ്പദോഷം വന്നാൽ അതിനൊരു മുക്തി ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ വീടുകളിൽ തന്നെ കാവുകൾ ഉണ്ടാവും, പക്ഷെ അവര് കൃത്യമായ പൂജകൾ കൊടുക്കുന്നില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നു, അവിടെ സർപ്പം ഉണ്ടെന്ന് അറിയുന്നില്ല, പക്ഷെ അവിടെ വീട് വെച്ചു, പക്ഷെ വർഷങ്ങളോളം ദുരിതം അനുഭവിക്കുന്നു, സ്കിൻ ഡിസീസ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ. അതിനൊരു പരിഹാരം ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. മനസ്സിലെ ഇതിന്റെ അധിപൻ ഭോഗസിദ്ധനാണ്. നാഗദേവ അധിപതി ഭോഗസിദ്ധനാണ്. അധിപതി ഭോഗസിദ്ധനാണ്. പൂർവ്വകർമ്മയിലും സർവശാപദോഷം ഉണ്ട്. അപ്പൊ ഈ ശാപ പരിഹാരം തന്നെ മാറുന്നുണ്ട്. ഈ പൂർവ്വകർമ്മമായിട്ട് സ്കിൻ ഡിഷ് പറഞ്ഞ പോലെ കുടുംബത്തിൽ ഈ സർപ്പശാപം ഉണ്ട്, അതിന്റെ എല്ലാം ആയുല്യത്തിന് പൂജ വയ്ക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് സന്താനം ഇല്ല സർപ്പദോഷം കാരണം, അങ്ങനെ വരാറുണ്ടല്ലോ. അത് നിവാരണമാകുന്നുണ്ട്. ഇവിടെ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ അതിനും സൊല്യൂഷൻ ഉണ്ട്, സർവത്തിനും ഇവിടെ പരിഹാരം. ഇത് ശാപമുക്തി സ്ഥലം പറയാൻ കാരണം സർവ്വശാപം ദോഷങ്ങൾ തീരാനുള്ള പരിഹാര ഭൂമിയാണത്. ലോകത്തിൽ ഓരോ മനുഷ്യനും ജനിക്കുന്നു, ഇപ്പോൾ ചില ആൾക്കാർ പണത്തിന്റെ പിന്നാലെ ഓടുന്നു, ഓരോ ആഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യനും. അപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിൽ ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത്? ഈ കർമ്മഭൂമിയിൽ നമ്മുടെ കർമ്മം തീർക്കാൻ അയച്ചതാണ് ഈ നമ്മുടെ പാർട്ട്. നമ്മൾ വരുമ്പോൾ എന്ത് കൊണ്ടുവന്നു, എന്ത് കൊണ്ടുപോകും? ഒന്നും കൊണ്ടുവന്നില്ല. 2 കാര്യങ്ങൾ മാത്രം. നമ്മൾ ചെയ്ത നന്മ നമുക്ക് കൂടെ വരും, നമ്മൾ ചെയ്ത പാവം അതും കൂടെ വരും. ഇത് എങ്ങനെ തീർക്കാൻ പറ്റും? അപ്പൊ നമ്മള് ശാപപരിഹാരം തീർത്തു, ഞാൻ ചെയ്തു, അപ്പൊ ഞാൻ പാവം ചെയ്യില്ലേ, നാളെ ചെയ്യില്ലേ? ജനനം മുതൽ മരണം ഒരു പരിഹാരം പറയുന്നുണ്ട്. നീ ധർമ്മം ചെയ്യണം. ഈ ധർമ്മം എന്താണ്? ഈ ദാനം എന്താണ്? ദാനം നമ്മൾ അറിഞ്ഞു തരുന്നതാണ്, അറിഞ്ഞു കൊടുക്കുന്നതാണ്. അതെ, ധർമ്മം
നമ്മൾ അറിയാതെ ചെയ്യുന്നത്. നമ്മൾ അറിയാതെ ചെയ്യുന്ന ധർമ്മം നമ്മളെ തലമുറനെ കാക്കത്രേ. ഇത് വ്യത്യാസം എന്താണ്? എന്ത് ധർമ്മം ചെയ്യണം അതുണ്ടല്ലോ. അതെ അതെ എന്താണ് ചെയ്യണം? വലിയ ധർമ്മം ഏതാണ്? ഉയർന്ന ധർമ്മം ഏതാണ്? ഒരു ദാനം ഏതാണ്? പൈസയാണോ, സ്വത്താണോ, സ്വർണ്ണമാണോ, ആഭരണങ്ങളാണോ? അതിനെക്കാട്ടും വലിയ ധർമ്മം ഉണ്ട് അത്ര. മഹാധർമ്മ, അന്നദാനം. ഒരു മനുഷ്യൻ എന്തുകൊണ്ട് മതി എന്ന് പറയില്ല. ശരിയാണ്. ഭക്ഷണം മാത്രമാണ് നമ്മൾ മതിയമ്മ മതി സ്വാമി അത് അപ്പോ ആ ധർമ്മം ചെയ്തു വാ, ആ ദാനം ചെയ്തു വാ. അതെങ്ങനെ ചെയ്യണം? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്ക്. അത് പ്രതിഫലം നോക്കാതെ താൻ കൊടുത്തു വാ, നിനക്കുള്ള ഭഗവാൻ തരും. ഈ ധർമ്മത്തിന് വഴി നടക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിന് അളവ് കുറയും. ധർമ്മത്തിന് വഴി നടക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിന്റെ അളവ് കുറയും. മനുഷ്യനെ ഇപ്പൊ എന്ത് കൊടുത്താലും ഇനിയും വേണം എന്ന് പറയും. ഭക്ഷണം കൊടുത്താൽ മാത്രമാണ് മതി എന്ന് പറയും. ഇത് യഥാർത്ഥമല്ലേ? എന്ത് കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ശരിയാ. അപ്പൊ ആർക്ക് കൊടുക്കണം? വിശക്കുന്നവരെ കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം. അപ്പൊ അവൻ എന്ത് ചോദിക്കും? നമ്മള് അമ്മ ധർമ്മം താ, നമ്മൾ സമയം നമ്മൾ ചോദിക്കാറില്ല അമ്മ. അവൻ എന്ത് ചോദിക്കും? നമ്മൾ ധർമ്മമാണ് ചോദിക്കുന്നത്. പ്രതിഫലം നോക്കാതെ നമ്മൾ ചെയ്ത ധർമ്മം നമ്മളെ മാത്രം നമ്മൾ തലവരം കാക്കത്ര അത്ര ശക്തി ധർമ്മത്തിനുണ്ടമ്മ. അപ്പൊ ആണ് ആ ഒരു ദൈവാനുഗ്രഹം ശരിക്കും വരിക. അതെ, ഭോഗവനും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഭോഗവനം ക്ഷേത്രത്തിലെ ഭോഗസ്വാമിയുടെ അനുഗ്രഹത്തിൽ ഇവിടെ ആര് വന്നാലും എപ്പോഴും ഭക്ഷണം, അന്നദാതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പം നമുക്ക് ഭക്ഷണം ഏത് മനുഷ്യന് വിശക്കുന്നവന് ആഹാരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വന്നാൽ ഭക്ഷണം എല്ലാം നമുക്ക് സ്വാമിയുടെ അനുഗ്രഹത്താൽ നമുക്ക് കഴിച്ച് മനസ്സ് നിറഞ്ഞാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുക. നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി, സമാധാനം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നാൽ ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് എല്ലാവരും ഒരു ടെക്നിക്കൽ യുഗത്തിലൂടെ കടന്നു പോകുന്നു. പലർക്കും ജീവിതത്തിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയില്ല. പണത്തിന്റെ പിന്നാലെയും പണം ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ളവരോട് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് യുവതലമുറ പോകുന്നത് മനസ്സമാധാനം ഇല്ലാത്ത ഒരു ഇതിലേക്കാണ്. എല്ലാം നേടുന്നുണ്ട്, അവർക്ക് മനസ്സമാധാനം ഇല്ല. ഈ അല്പസുഖം തേടി പോവാണ്. കുഞ്ഞു പിള്ളേരടക്കം അതിൽ അടിമയായിട്ട് പോവാണ്. അതെ, സത്യമാണ്. അപ്പൊ അതിന്റെ സുഖം എത്ര മണിക്കൂറാണ്, എത്ര നിമിഷങ്ങൾ? അപ്പോ വിനാശകാലേ വിപരീത ബുദ്ധി വിനാശമാകുമ്പോൾ വിപരീത ബുദ്ധി തോന്നിക്കുക. നിത്യസുഖം ഏതാണ്? ഇതിൽ പരമാനന്ദം ഏതാണ്? അവർ യുവതലം മാറണം. അവർ സ്വയം ചിന്തിക്കണം. ആ ചിന്ത വന്നാൽ മാത്രമാണ് നമുക്ക് അഹം മാറ്റി കഴിഞ്ഞാൽ ഈ മനസ്സാ വാച കർമ്മ, ഈ കർമ്മം, ഈ മാറ്റം അഹം തോന്നലും, അതാണ് നമ്മൾ വായി കൊണ്ടും കർമ്മം ചെയ്യത്തുള്ളൂ. നമ്മുടെ ഭോഗർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെ? പൗർണമി ദിവസം വെളുത്തവാവ്. അപ്പൊ അന്ന് ഈ സർവ്വ ഐശ്വര്യ അഭിവൃദ്ധി ഹോമം. എന്താണ് സർവ്വ ഐശ്വര്യം? സർവ്വദോഷങ്ങളും ശാപങ്ങളും ഉണ്ടെങ്കിൽ ആ ദിവസം ശാപദോഷം നിവാരണം ആകുന്ന ഒരു മഹാസങ്കല്പമാണ്. പല സിദ്ധന്മാരും സൂക്ഷ്മ രൂപത്തിൽ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ 108 മൂലിക കൊണ്ട് ഹോമിക്കുന്ന ഹോമമാണ് പ്രധാനം. ഓരോരോ മൂലികകളും നമ്മൾ തല ഒഴിഞ്ഞ് അഗ്നിയിൽ സമർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾ, ശാപദോഷങ്ങൾ നിവാരണമാകും. ആ പുക ശ്വാസിക്കുമ്പോൾ തന്നെ രോഗനിവാരണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രോഗനിവാരണം, നോയற்ற வாழ்வே குறைவற்ற செல்வம் രോഗനിവാരണമാണ്. കടവൾ തടുപ്പതേ മനിതൻ കൊടുക്കുകയില്ലാതെ ഭഗവാൻ കൊടുത്തിട്ട് ശാപദോഷം നിവാരണമാകും. നമ്മുടെ യോഗം പ്രവർത്തിക്കും, ജാതകം ആക്ടിവേറ്റ് ആവും. അതാണ് സത്യം. ശാപദോഷം നിവാരണമായി ഐശ്വര്യം അഭിവൃദ്ധിയും നാം ചെയ്ത ഹോമത്തിന് ഫലം കിട്ടുന്നത് അമാവാസ്യ പൂജയിലാണ്. അതാണ് വെളുത്തപക്ഷവും കറുത്തപക്ഷവും. അപ്പൊ കറുത്തപക്ഷത്തിലെ അമാവാസിക്കാണ് ഈ ഹോമം ചെയ്തതിന്റെയും സർവ്വ ഐശ്വര്യമായിട്ടുള്ള പൂജ നടത്തി അതിന്റെ ഫലം കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അമാവാസിയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കടബാധ്യതകൾ. കടബാധ്യതകൾ ആൾക്കാരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ആഗ്രഹങ്ങൾ കൊണ്ട് ആൾക്കാർ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി കടങ്ങൾ എടുക്കുന്നു. പക്ഷെ ഇതിന് രക്ഷ നേടാൻ പറ്റാതെ കേസുകളിൽ പെടുന്നു. മനസ്സമാധാനമില്ല. പ്രധാനമായിട്ടും അതിനൊരു പരിഹാരം എന്താണ് സ്വാമികൾ? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പൊ നമ്മുടെ കഴിവ് കേടുകൊണ്ടാണോ? പിന്നെ എല്ലാം അറിവ് ബുദ്ധി ജ്ഞാനമുണ്ട്, അത് അഭിവൃദ്ധി ആകുന്നില്ല, കച്ചവടം മുന്നോട്ട് പോകുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അത് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിനെയും തടസ്സം തന്നെയാണമ്മ. അതിനെയും നിവാരണം ഗുരു മാറ്റി തരുന്നുണ്ട്. സർവത്തിന്റെയും ഒരു ജ്ഞാനമുക്തി സ്ഥലമായിട്ട്, യോഗമുക്തി സ്ഥലമായിട്ട് ബോധസിദ്ധൻ നമ്മുടെ കൂടെ കൈപിടിച്ച് കൊണ്ടുവരുവാണ്. ഒരു പ്രാർത്ഥനയിൽ കടബാധ്യതകളെ മാറി ആൾക്കാർക്ക് ഒരു പരിഹാരം സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് സെലിബ്രിറ്റികള്, സിനിമാ മേഖലയിലുള്ളവര്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഒക്കെ വന്നിട്ട് അവർക്കൊക്കെ അനുഭവം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അമ്മ, നമ്മുടെ കേരള ഫിലിം ഇൻഡസ്ട്രി തന്നെ വന്നിട്ട് മഹാന്മാരും താഴെ പോയ കാലം ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഒരു പരിഹാരം എന്താണ്, ഇത് പ്രായശ്ചിത്തം എന്താണ്? അതായത് അവരുടെ കരിയറിൽ താഴെ പോകുന്ന ഒരു സമയത്ത്, അതെ, താഴെ പോയ സമയത്തല്ല, താഴെ എത്തിക്കഴിഞ്ഞവര് എത്തിക്കഴിഞ്ഞിട്ടാണ് അവര് വന്നത്. അപ്പൊ ഇതിന് പരിഹാരം എന്താ സ്വാമി? പ്രായശ്ചിത്തം എന്താണ്? ഇനി എങ്ങനെ മാറ്റം ഉണ്ടാകും? അപ്പോ 0 to 100 സർവത്തിന് ഉയർത്തി കൊടുത്ത മഹാസിദ്ധനാണ് സ്വാമി അമ്മ ബോധസിദ്ധൻ. അപ്പൊ ഇവിടെ വന്നിട്ട് അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപാട് നല്ല ഉയർച്ച, ഉച്ചം തൊട്ട ഉയർച്ചയാണ് ഗുരു കാണിച്ചു തന്നത് അവർക്ക്. ബിസിനസ് തുടങ്ങുന്ന ബിസിനസ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ ആൾക്കാരും ജീവിക്കാൻ വേണ്ടി. ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നവരുണ്ട്. പക്ഷെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്തിട്ടും ഒന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈ ശാപമുക്തി സ്ഥലം എന്ന് പറഞ്ഞത് ജ്ഞാനദണ്ഡ മുരുകനും ബാലദേവിയും ഗുരുവും ത്രികോണ ശക്തിയിൽ ഇവിടെ അനുകരിക്കുന്നുണ്ട്. സർവത്തിനും ഇവിടെ ഉയർച്ചയുണ്ടാവും. എത്രയോ ഇന്ന് കച്ചവടം ചെയ്യുന്നവർ, കർമ്മത്തിൽ താഴെ പോയവരും ഉയർത്തി കൊടുത്ത മഹാശക്തിയാണ് ഇവിടെ
അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് ബിസിനസ്സുകാരൊക്കെ വരാറുണ്ടോ? ധാരാളം വരാറുണ്ട് അവിടെ. ബോഗർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ബോഗർ സ്വാമികള് മുരുകസ്വാമിനെ പൂജിക്കുന്ന ഒരു ഫോട്ടോ. അത് ഒരു പ്രത്യേക ഒരു ഫോട്ടോ ആയിട്ട് തോന്നി, ഒരു വ്യത്യസ്തത തോന്നി. അതിന് പിന്നിലൊരു കാര്യം ഉണ്ടല്ലോ, അതെന്താണ്? അമ്മ അതിന് 4 വയസ്സായി. 4 കൊല്ലം മുമ്പിൽ പ്രിയ എന്നൊരു കുട്ടി അതിൽ എഴുതിയിട്ടുണ്ടാവും. ഈ ചിത്രം ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിഷമം. MTech പഠിച്ച കുട്ടിയാണ്, ജോലിയില്ല, വർഷങ്ങളായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൾക്ക് കിട്ടുന്നില്ല. ഈ ചിത്രം പൂർത്തിയാകുമ്പോൾ തന്നെ അവൾക്ക് നല്ല അനുഗ്രഹത്തോടെ ഗുരു കാനഡയിൽ അവൾക്ക് നല്ല ഉയർന്ന പദവി കിട്ടിയമ്മ. ഓ, കാനഡയില് ജോലി കിട്ടുകയാണ്. വലിയൊരു കാര്യമാണ്. അതെ അതെ അതെ. അപ്പൊ ജോലി ഇല്ലാണ്ട് ആ കുട്ടി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സ്വാമിയുടെ ഫോട്ടോ വരയ്ക്കുന്നത്. അതെ അതെ. അപ്പൊ അത് സമർപ്പിച്ചതും ജോലിയായി കിട്ടി.